ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു മോർണിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇവിടെ വരലക്ഷ്മി പൂജയാണ്. അങ്ങനെ ഞാൻ ഒരു ദേവിയായി, നമ്മളെ ദേവിയായി അങ്ങനെ പൂജിക്കുന്നതാണ്. അങ്ങനെ എന്തായാലും രാവിലെ എണ്ണീച്ച്, ചെറിയ മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. രാവിലെ എണ്ണീച്ചൊരു കാപ്പിയൊക്കെ കുടിച്ച് പ്രകൃതിയെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. അത് കഴിഞ്ഞ് നേരെ റെഡിയായിട്ട് പൂജയുള്ളിടത്തേക്ക് പോയി. ഇതാണിങ്ങനെ കോലം വരച്ച് വെച്ചിട്ടുണ്ട്. ഇവരെന്നും വീടിൻ്റെ മുമ്പിൽ വൃത്തിയാക്കിയിട്ട് അങ്ങനെ കോലം വരയ്ക്കാറുണ്ട് കേട്ടോ. അങ്ങനെ 2 വീട്ടിലായിരുന്നു പൂജ ഉണ്ടായിരുന്നത്. എൻ്റെ നേരെ താഴെ വീടും മേളിൽ വീടും. ഒരുപാട് നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടും വിളക്കുമുറിയൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഭഗവാനെല്ലാം നിവേദിച്ച് എല്ലാം. ഇത് നമുക്ക് തിരിച്ച് റിട്ടേൺ ഗിഫ്റ്റ് തരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ. എന്നിട്ട് ഈ മഞ്ഞളും ചുമപ്പ് കളറിലൊരു കളർ കലക്കിയത് നമ്മുടെ കാലിൽ തേച്ചിട്ട്, അതായത് മഞ്ഞൾ വെള്ളത്തിനകത്ത് കാല് കഴുകി അത് മഞ്ഞളും ആ ചുമന്ന ഇതും കാലയിൽ നിറയെ തേച്ചിട്ട് നമ്മളെ എല്ലാവരെയും, ഞങ്ങളൊരു 7-8 ലേഡീസ് ഉണ്ടായിരുന്നു. ഞങ്ങളെ ഒരു ബ്ലോക്ക് 2 ബ്ലോക്ക് ഫുള്ളും ഉണ്ടായിരുന്നു. അതിൽ 2 പേരുടെ വീട്ടിൽ പൂജയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കാലിൽ പുരട്ടി ആ ചുമന്ന കളറൊക്കെ പുരട്ടിയിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് സ്വീകരിക്കും. അവിടെ വെച്ചിട്ട് ഫുഡുണ്ട്. നമ്മുടെ ലെമൺ റൈസ്, പിന്നെ 2-3 തരം റൈസ്, 2 തരം പായസം, വട, പിന്നെന്തായിരുന്നു മോദകം മാതിരി എന്തോ, അങ്ങനെയൊക്കെ 2 വീട്ടിലും ഉണ്ട്. ഒരിടത്തേത് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലോട്ട് പോയത്. എന്നിട്ട് നമ്മൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഗിഫ്റ്റ് തരും. ലാസ്റ്റ് ആകുമ്പം ഈ അരി തലയിലിട്ടിട്ട് അവരെ പൂജിച്ച് അനുഗ്രഹിച്ച് പോരുവാണ് ചെയ്യുന്നത്. പോരാൻ നേരത്ത് നമുക്ക് തിരികെ വരുന്ന നേരത്ത് ആ ഗിഫ്റ്റ് നമുക്ക് തരും. അത് കഴിഞ്ഞ് സെക്കൻഡ് വീട്ടിൽ ചെന്നപ്പോഴും ഇതുപോലെ തന്നെ. അന്നേരം കാലേ പുരട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കയ്യേലാണ് മഞ്ഞൾ പുരട്ടിയത്. ചുമന്ന കളർ പുരട്ടിയില്ല, മഞ്ഞൾ മാത്രമേ പുരട്ടിയുള്ളൂ. എന്നിട്ട് അവിടെ ഇതുപോണക്ക് ഫുഡൊക്കെ തന്ന്, അത് ഫുഡ് കഴിച്ചതിൻ്റെ ഇല പോലും നമ്മൾ എടുക്കാൻ പാടില്ല. ഇനി ഇവിടുന്ന് പൂവും തന്നിരുന്നു, മുല്ലപ്പൂവ്. അപ്പോൾ ഇതാണ് കാലയിൽ, എൻ്റെ കാലയിൽ പുരട്ടിയതാണ് കേട്ടോ. കയ്യെ പുരട്ടിയതിന് ഞാനിങ്ങനെ കഴുകി, എനിക്കിത് കഴിഞ്ഞിട്ട് പുറത്ത് പോകണമായിരുന്നു. അതിൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുഞ്ഞിക്കാലയിലും ലേശം മഞ്ഞളിങ്ങനെ പുരട്ടി കൊടുത്തിരുന്നു കേട്ടോ. അതൊരു അനുഗ്രഹം. അപ്പോൾ റിട്ടേൺ ഗിഫ്റ്റുകളായിരുന്നു ഇതെല്ലാം. സിന്ദൂരം, മഞ്ഞൾ, വെറ്റില, അതിനകത്ത് കടല, പിന്നെ ഒരു ഫ്ലവർ, മഞ്ഞളിൻ്റെ ഒരു കഷ്ണം മാതിരി, അത് അടയ്ക്ക, ഇത് ഇത്രയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഇത് കൂടാതെ നമ്മുടെ ബ്ലൗസ് പീസ് ഉണ്ടല്ലോ, അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും ഓരോരോ ബ്ലൗസ് പീസ്, അങ്ങനെ 2 2 ബ്ലൗസ് പീസ്. പിന്നെ എന്തായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, മൈലാഞ്ചി ഉണ്ടായിരുന്നു അതിനുള്ളിൽ. പിന്നെ ഉണ്ടായിരുന്നൊരു സാധനമാണ് കുപ്പിവള. കുറേ നാളായിട്ട് ഞാൻ ഇടാത്തൊരു സാധനമാണ്. അപ്പോൾ അതെ, ഇങ്ങനെ മഞ്ഞ, എനിക്ക് 2 കളറാണ് കിട്ടിയത്. ഒരിടത്തുനിന്ന് യെല്ലോയും ഒരിടത്തുനിന്ന് റെഡും. എനിക്ക് തോന്നുന്നു കോളേജ് ടൈമിൽ എങ്ങാണ്ട് കുപ്പിവള ഇട്ടതാണ്. പിന്നെ ഇപ്പോൾ 3 നാളായി. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. എൻ്റെ സൈസിൽ കറക്റ്റ് സൈസും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പുറത്ത് പോയി ഹോസ്പിറ്റലിൽ വരെ പോകണമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. കണ്ടോ, വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഒരു കൊച്ചു മോർണിംഗ് ആയിരുന്നു ഇന്നത്തെ. കൊച്ചു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഈ നാട്ടിലൊക്കെ ഉള്ളൊരു ആചാരവും രീതിയാണ്. നമുക്കതൊരു പുതിയ അറിവും കാണുമ്പോൾ ഒരു രസമൊക്കെയാണ്. അവരുടെ ഒരു വലിയ വിശ്വാസവും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും നമ്മുടെ ഈ ഒരു മോർണിംഗ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.